ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. നമസ്കാരം, ഏവൺ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം 12 വർഷം മുമ്പ് പൂട്ടിയ നമ്മുടെ മേലുത്താന്നി ക്വാറിയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ ഓണർഷിപ്പ് മാറുകയും പുതിയ ഓണർമാർ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി തേടുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ നമ്മുടെ ഈ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേസ് കൊടുക്കുകയും ഗവൺമെൻറ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇവിടെ പാരിസ്ഥിതിക അനുമതിയും അതുപോലെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. അപ്പം അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ക്വാറി വിരുദ്ധ സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ കമ്മീഷനും 11ഓളം സർക്കാർ വകുപ്പുകളും സ്ഥലത്ത് പരിശോധന നടത്തുകയും സമരസമിതിയുടെ ആവശ്യപ്രകാരം നിലവിൽ ജിയോളജി അനുമതി ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതീവ പരിസ്ഥിതി ലോലമായ റെഡ് സോണിൽപ്പെട്ട ഈ പ്രദേശത്ത് ക്വാറി പ്രവർത്തിച്ചാൽ കിണറുകളും തോടുകളും മലിനമാകുമെന്നും 72ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന ടാങ്കും പൈപ്പ് ലൈനുകളും തകരാറാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുകയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ വീതി കുറഞ്ഞ റോഡുകളിലൂടെയാണ് ടിപ്പർ ലോറികളുടെ ഗതാഗതം. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രയ്ക്ക് ഭീഷണിയാകുമെന്നും വീടുകൾക്ക് വിള്ളൽ വീഴാൻ കാരണമാകുമെന്നും ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് മണ്ണിടിച്ചുണ്ടാക്കിയ റോഡ് പ്രദേശത്ത് വലിയ ഉരുൾപൊട്ടൽ ഭീഷണിയും ഉയർത്തുന്നു. പ്രദേശത്തെ പ്രധാന കുടിവെള്ള പൈപ്പുകളും സ്വാഭാവിക ജലമൊഴുക്കും ഈ റോഡിനടിയിലൂടെയാണ് കടന്നുപോകുന്നത്. കനത്ത മഴയിലോ മറ്റോ അടിയിലെ പൈപ്പുകൾ ബ്ലോക്ക് സംഭവിച്ചാൽ മണ്ണിട്ട ഈ റോഡിന് മുകളിൽ വെള്ളം കെട്ടിനിൽക്കുകയും അത് റോഡ് മൊത്തമായി ഇടിഞ്ഞു വീഴാൻ കാരണമാവുകയും ചെയ്യും. റോഡിന് താഴെയായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതിനാൽ മണ്ണിടിഞ്ഞു വീണാൽ ഉരുൾപൊട്ടലിന് സമാനമായ വലിയൊരു ദുരന്തത്തിന് ഇത് വഴിവെക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. സമീപ പ്രദേശത്ത് ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കുന്ന ക്വാറിയുടെ പാരിസ്ഥിതിക അനുമതി അടിയന്തരമായി റദ്ദ് ചെയ്യണമെന്നും ഏത് വില കൊടുത്തും ക്വാറി തുറക്കാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നുമാണ് ക്വാറി വിരുദ്ധ സമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. തിരുവനന്തപുരം സ്റ്റേറ്റ് എൻവിയോൺമെന്റ് ഇമ്പാക്ട് അസൈൻമെന്റ് അതോറിറ്റി അംഗങ്ങളായ ഡോക്ടർ മഹേഷ് മോഹൻ, ഡോക്ടർ അനു ഗോപിനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. 2 ആഴ്ചക്കകം തന്നെ ഇത് കോടതിയിൽ സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മേലുത്താനി ക്വാറിയുടെ പ്രവർത്തനം ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് ജനങ്ങൾക്ക് ദുരിതമുണ്ടായതിൻ്റെ പേരിൽ നിർത്തലാക്കിയതാണ്. ജനങ്ങൾക്ക് ദുരിതമെന്ന് പറയുമ്പോൾ ജനങ്ങൾ കുളിക്കുന്ന വെള്ളം ശരീരത്തിലാകമാനം ചൊറിഞ്ഞതെടുക്കുന്ന രോഗം, അതുപോലെ കിണറിലെ വെള്ളമെല്ലാം കലങ്ങി മറിയുന്നു. 2-3 കിണറുകളിൽ ഇതിൻ്റെ ഭാഗമായ ചില പ്രതിഭാസങ്ങൾ രൂപപ്പെട്ടു. മണ്ണ് ഇടിഞ്ഞ് അടിയിലോട്ട് വരുന്ന ഒരു നിലയും രൂപപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് വീടിന് നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾക്ക് അട്ടക്കുഴി രാമകൃഷ്ണൻ, അതുപോലെ കരിക്കാട്ട് ശാന്ത, അതുപോലെ അട്ടക്കുഴിയിൽ തങ്കൻ തുടങ്ങിയവരുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. അതിൻ്റെ പേരിൽ നാട്ടുകാരെല്ലാം ചേർന്നിട്ടാണ് കലക്ടർക്ക് പരാതി കൊടുത്തത്. ഒരു അനുമതിയുമില്ലാതെ നടത്തി വന്ന ക്വാറിയാണ് നിർത്തിവെച്ചത്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം ക്വാറി ഉടമ ക്വാറിക്ക് അനുമതി വാങ്ങുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നേരായ മാർഗത്തിലൂടെയല്ല നടത്തിയത്. ഏതാണ്ട് 2022 ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ലഭ്യമായി. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് സൈറ്റ് പോലും പരിശോധിക്കാതെ കാണാതെ NOC കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. അങ്ങനെ NOC കൊടുത്ത് ആ NOCയുടെ അടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക അനുമതി തിരുവനന്തപുരത്ത് നിന്ന് നേടി. ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾ തുടർ പ്രവർത്തനം ഉണ്ടാവരുത്, തുടർ അനുമതികളൊന്നും ഒരു കാര്യത്തിൽ നിന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി, നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി കൂടി വലിയ തോതിലുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് വന്നു. മനുഷ്യ ശൃംഖല, നാട്ടിലെ ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള മനുഷ്യ ശൃംഖല അവിടെ പാർവത്തുന്നേരിൽ തീർത്തു. അതോടൊപ്പം തന്നെ ഞങ്ങൾ താഴെ വില്ലേജ് ഓഫീസ് എക്സ്പ്ലോസീവ് ലൈസൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തു. അതിൻ്റെ എല്ലാം കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു, തഹസിൽദാർക്ക് കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു, അതുപോലെ RBIക്ക് കൊടുത്തു, തളിപ്പറമ്പിൽ കണ്ണൂർ കലക്ടർക്ക് കൊടുത്തു, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കൊടുത്തു, എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു. എന്ന് വേണ്ട മറ്റേ നമ്മളെ പ്രകൃതി ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുത്തു.
പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കൊടുത്തു. അതുപോലെ പാരിസ്ഥിതിക ഡിപ്പാർട്ട്മെൻറ്റിന് തിരുവനന്തപുരത്ത് പോയിട്ട് നേരിട്ട് അപേക്ഷ കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വകുപ്പ് മന്ത്രിക്കും എല്ലാവർക്കും കത്ത് കൊടുക്കുകയും ഒക്കെ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. ഒരു ജനകീയ പ്രശ്നമാണിത്. ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൊണ്ടാണ് ഞങ്ങളങ്ങനെ കൊടുത്തത്. പക്ഷേ പാരിസ്ഥിതിക അനുമതി ലഭ്യമായതാണ്. അത് കൊടുക്കാതിരിക്കണമെങ്കിൽ അത് റദ്ദ് ചെയ്യുകയാണ് വേണ്ടത്. ഞങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം കൊടുത്തു. പാരിസ്ഥിതിക ബോർഡിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, എല്ലാം കൊടുത്തു. അതിനപ്പോൾ സ്വാഭാവികമായും ചെയ്യാൻ പറ്റുന്ന നിലയിലെന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക ബോർഡ് കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു, ഒരു കമ്മീഷനെ വെച്ചു. 11 ആളുകളടങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നുകൊണ്ട് കമ്മീഷൻ പരിശോധന നടത്തി. 9 അംഗങ്ങളും ഇവിടെ കോറ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ദുസ്സഹമാകും ജനജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. 2 പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഒരു എങ്ങും തൊടാത്ത നിലയിലുള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ടേക്ക് കൊടുത്തത്. പക്ഷേ ഈ റിപ്പോർട്ടെല്ലാം കിട്ടിയപ്പോൾ RDO ഇത് പരിശോധന നടത്തി കളക്ടർക്ക് കൊടുത്തു. കളക്ടർ അത് പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാരിസ്ഥിതിക ബോർഡിനും കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്താൽ സ്വാഭാവികമായും അതിൻ്റെ ഭരണസമിതി, പാരിസ്ഥിതിക ബോർഡിന് ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോഴത്തേനും ഈ കോറയുടെ ഉടമ മറ്റൊരാൾക്ക് കോറ വിൽക്കുകയും ആ കോറ ഉടമയും വിറ്റയാളും തമ്മിൽ ആലോചിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങളതിൽ കക്ഷി ചേർന്നു. ഞാനതിൽ 5ാം പ്രതിയാണ്. 5ാം പ്രതിയാണ് ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഞാൻ. കളക്ടർ ഉൾപ്പെടെ പ്രതികളാണ്. അങ്ങനെ 7 പേരുടെ പേരിൽ അവിടെ കേസ് നിലനിൽക്കുമ്പോൾ ഞങ്ങൾ കക്ഷി ചേർന്നു, ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നു. ഹൈക്കോടതിയിൽ കേസ് നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പാരിസ്ഥിതിക ബോർഡിനോട് ഈ കോറി നിൽക്കുന്ന സൈറ്റ് സന്ദർശിച്ച് റിപ്പോർട്ട് തരണം കോടതിയിൽ എന്ന് കോടതി നിർദ്ദേശം വന്നത്. ആ കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പാരിസ്ഥിതിക ബോർഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു, മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ മൊഴി കൊടുത്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ സൈറ്റ് കാണുന്നതിന് വേണ്ടി അവർ വരും എന്ന് ഇന്നലെ ഞങ്ങളെ വിളിച്ചറിയിച്ചത്. ഇന്നിപ്പോൾ അവർ സൈറ്റ് കാണാൻ വന്നു. സൈറ്റ് കാണാൻ വന്ന് അവിടുത്തെ ദുരന്തം എല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കക്ഷി, ഈ കോറിയുടെ ഉടമയും അതോടൊപ്പം വിൽപ്പന നടത്തിയപ്പോൾ എടുത്ത ആളുകളും അവരുടെ എൻജിനീയർമാരും എല്ലാം സൈറ്റിൽ വന്നിട്ടുണ്ട്. അവരെന്തൊക്കെയോ കളവന്നെയാണ് പറയുന്നത്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു കോറി, ജനവിരുദ്ധ കോറിയാണ്. ഈ കോറിക്ക് ഞങ്ങൾക്ക് അഭിപ്രായത്തൊന്നുമില്ല, കോറി വന്നോട്ടെ, കോറി ആവശ്യമാണ്. പക്ഷേ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രദേശത്ത് കോറി ഉണ്ടാകാൻ പാടില്ല. പാറോത്ത് നീരെന്ന് പറയുന്ന 250 കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം, 2-3 അമ്പലം ആ പ്രദേശത്തുണ്ട്. ഇത്തരത്തിലുള്ള പിന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് റോഡ്. 3 മീറ്റർ വീതിയുള്ള ടാറിങ് റോഡാണ്. ആ റോഡിലൂടെ തേരാപ്പാര ടിപ്പർ വണ്ടി മെറ്റീരിയലും വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റുമോ? ചൂരപ്പടവുണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? അപ്പോൾ ഈ നിലയിലുള്ള വലിയ പ്രയാസം കോറി പ്രാവർത്തികമായി വരികയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ BJP, കോൺഗ്രസ്, CPM ആ 3 സ്ഥാനാർത്ഥികളും ഇന്ന് ആ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ കോൺഗ്രസും BJPയും CPMേ ഉള്ളൂ. ആ 3 പാർട്ടിയിലെ മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം അണിചേരുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല, ഒരു ജാതിയില്ല. ജനങ്ങളുടെ പ്രശ്നം, ആ ജനങ്ങളുടെ പ്രശ്നം സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ നല്ല യോജിപ്പോടുകൂടി മുമ്പോട്ടേക്ക് പോകും. കലാസമിതിൻ്റെ പിന്നിലുണ്ട്, അമ്പലങ്ങളുണ്ട്, ഈ നിലയിലെല്ലാമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഇത് കോറി വരാതിരിക്കണം എന്ന അഭിപ്രായമാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും അണിനിരന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? സൂര്യനായ
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.